ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമൻറ്റ് ക്രാഫ്റ്റാണ്. അപ്പോൾ വേസ്റ്റ് തുണികളും കുറച്ച് സിമൻറ്റും കൊണ്ട് ഒരു ചെടിച്ചെടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു കാർഡ്ബോർഡിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിൻ്റെ വീതി എന്ന് പറയുന്നത് മുകൾ സൈഡിലെ വീതി 15 സെൻറ്റിമീറ്റർ, അടി സൈഡിൽ 10.5 സെൻറ്റിമീറ്റർ, അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 27 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 4 കാർഡ്ബോർഡിൻ്റെ പീസുകൾ വെട്ടിയിട്ട് അതിന് 4 നമുക്ക് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് 4 ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് അതിൻ്റെ ടോപ്പിൽ ചെറിയൊരു പീസും കൂടെ അതിൻ്റെ അളവിന് വെട്ടിയെടുത്തിട്ട് അവിടെയും കൂടെ അങ്ങ് അടച്ചു കളയണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതും ഒരു മീഡിയം ലൂസിന്. അത് കഴിഞ്ഞ് പിന്നെ പഴയ കോട്ടൺ തുണിയും. അപ്പോൾ കോട്ടൺ തുണി ഒരുവിധം നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഈ ബോക്സിൻ്റെ ചുറ്റാതെ ഒരു 2 ലെയർ ഒട്ടിച്ചാൽ മതി. അപ്പോൾ കട്ടി കുറഞ്ഞ തുണി ആയതുകൊണ്ട് ഒരു 3-4 ലെയർ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത സിമൻറ്റിൽ ആ തുണി നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ പുറത്തെ സൈഡിൽ ഏകദേശം ഒരു 1/4 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ ഒരു 3-4-5 ലെയർ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ച് കൊടുത്ത് ചുറ്റാതെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇനി അടുത്ത് വേണ്ടത് നമുക്ക് അതിൻ്റെ ടോപ്പിലും കൂടെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ടോപ്പിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ഒരു തുണിയിൽ മാർക്ക് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഒരു ഹോൾ വരത്തക്ക രീതിയിൽ അതിൻ്റെ ടോപ്പിലും കൂടെ ഒരു 2-3 ലെയർ കട്ടിക്ക് തന്നെ തുണി സിമൻറ്റിൽ മുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ലെയർ വേണോ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പം ഏകദേശം ഒരു വൃത്തി വരത്തക്ക രീതിയിൽ, ഒരുപാട് തടുപ്പൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ആ ബോക്സിന് ചുറ്റാതെ തന്നെ തുണി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ട് ഏകദേശം ഒരു 2-3 ദിവസം നല്ലവണ്ണം വെയിലത്ത്, 2 ദിവസം വെച്ചാൽ മതിയാകും. നല്ല വെയിലത്ത് വയ്ക്കുമ്പം അത് നല്ലവണ്ണം ഉണങ്ങി കിട്ടും. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 2 ദിവസം വെയിലത്ത് വെച്ചതാണ്. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഒട്ടിച്ച തുണി ഏകദേശം ഒരു 1/4 ഇഞ്ച് കനം കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് എടുത്ത് മാറ്റാം. കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് അടുത്തത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് വെള്ളവും കൂടെ ചെറിയൊരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് നമുക്ക് അതിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ സിമൻറ്റ് മണലും മിക്സ് ചെയ്ത് എടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ സിമൻറ്റ് 1, മണൽ 1. അപ്പോൾ രണ്ടും തുല്യ അളവിൽ തന്നെ, ഒരു കപ്പിൽ സിമൻറ്റ് എടുത്താലും മണലെടുത്താലും രണ്ടും ആ ഒരു കപ്പിൽ തന്നെ എടുത്ത് 1:1 എന്നുള്ള ഒരു അളവിൽ എടുക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടും. എന്നിട്ട് നമുക്ക് കരണ്ടിക്ക് ഏകദേശം വീണ്ടും ഒരു 1/4 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ ചെറിയ കരണ്ടി കൊണ്ട് നമുക്ക് ബോക്സിൻ്റെ ചുറ്റാതെ തേച്ച് പറ്റിക്കാം. അപ്പോൾ 4 സൈഡിലും ഏകദേശം ഒരു 1/4 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ സിമൻ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നത് ഒരുപാട് ലൂസാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയപ്പം ഏകദേശം അതൊന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരുപാട് ഉണങ്ങുന്നതിന് മുമ്പ്, നല്ല ഉണങ്ങല്, ഒരുപാട് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിനൊരു പഴയ തെർമോക്കോളിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു തടിയുടെ പീസോ നിരപ്പുള്ള എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം റൗണ്ടിന് അതിന് പുറത്തുകൂടെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പം ഏകദേശം നല്ല ലെവലും കിട്ടും, നല്ല വൃത്തിയും കിട്ടും. അപ്പോൾ 4 സൈഡിൽ ഇതേ കണക്ക് തന്നെ കുറേശ്ശെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക്, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന തെർമോക്കോളിൻ്റെ ഒരു പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് പലകയായിരുന്നാലും നല്ല നിരപ്പുള്ള എന്ത് ആയിരുന്നാലും മതിയാകും. അപ്പം നല്ലവണ്ണം റൗണ്ടിന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തിട്ട് കരണ്ടി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തേച്ച് മുകളിലോട്ട് തേച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ 4 സൈഡിലും നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെയും കൂടെ ഏകദേശം അവിടെ ഒരു 1/4 ഇഞ്ചിന് പകരം ഒരു 1/2 ഇഞ്ച് കനമെങ്കിലും മുകൾ സൈഡിലും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക.
തേച്ച് പിടിപ്പിച്ച് ആ സെൻറ്ററിലെ ഹോൾ ഒന്ന് തെളിച്ചിടുക. അത് കഴിഞ്ഞ് പിന്നെ ലെവലുള്ള ഏതെങ്കിലും ഒരു അലുമിനിയം റീപ്പറോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ തടിയുടെ കഷ്ണമോ നമുക്ക് ആ എഡ്ജ് ഭാഗത്ത് വെച്ചിട്ട് ആ എഡ്ജ് ഭാഗത്ത് സിമൻറ്റ് എവിടെയെങ്കിലും പറ്റാനുണ്ടെങ്കിൽ കരണ്ടി കൊണ്ട് തേച്ച് പറ്റിച്ചിട്ട് അവിടെയും കൂടെ നമുക്ക് ആ തെർമോകോളിൻ്റെ പീസ് കൊണ്ട് നല്ലവണ്ണം റൗണ്ടിന് ചുറ്റിയെടുക്കാം. അപ്പം എഡ്ജ് ഭാഗമൊക്കെ കറക്റ്റ് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ എഡ്ജ് ഭാഗം ഒരു സൈഡ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കിയിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് മറു സൈഡിലും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള സൈഡും കൂടെ ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ ഇത് കണക്ക് തന്നെ 4 സൈഡിലെ എഡ്ജ് ഭാഗത്ത് നമുക്ക് ആ ലെവലുള്ള ഒരു റീപ്പറോ തടിയുടെ പീസോ എന്തെങ്കിലും വെച്ചിട്ട് 4 എഡ്ജ് മൂല സൈഡും നല്ലവണ്ണം തേച്ചെടുക്കുക. അപ്പം ഏകദേശം 4 സൈഡും നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ തേച്ചിട്ടുള്ളത്. അപ്പോൾ 4 സൈഡും അതിൻ്റെ എഡ്ജ് ഭാഗം തേച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം, ആ ടോപ്പ് ഭാഗത്തും കറക്റ്റ് മട്ടം കിട്ടത്തക്ക രീതിയിൽ ഒരുപാട് ചരിഞ്ഞൊന്നും പോകില്ല. എന്നാൽ നമ്മൾ ചെടിച്ചട്ടി വയ്ക്കുമ്പോൾ തിരിച്ചെടുത്ത് വയ്ക്കുമ്പം ചിലപ്പം ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ മുകളിലത്തെ ലെവലും കൂടെ ഒന്ന് നോക്കിയിട്ട് അവിടെയും കൂടെ അതിൻ്റെ കോർണറും കൂടെ എവിടെയെങ്കിലും പറ്റാനുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ സിമെൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ തെർമോകോളിൻ്റെ പീസ് വെച്ച് തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ഗ്രൂവുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രൂവ് വേണോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി വലിയ വീതിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ചെറിയ ഗ്രൂവായിട്ട് കൊടുക്കുന്നെങ്കിലും ചെറിയ ചെറിയ പീസുകളായിട്ട് അതിനെ മാർക്ക് ചെയ്യുക. എത്ര എണ്ണം കിട്ടും, നമ്മൾ എടുക്കുന്നത് മോൾഡിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര പീസ് വേണോ അതിനകത്ത് കൊടുക്കാം. അപ്പോൾ അതിനും ചെറിയൊരു റീപ്പർ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണം മതിയാകും. അത് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് കുഴിച്ച് നല്ലവണ്ണം വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതേ കണക്ക് 4 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെടുത്ത് തിരിച്ച് വയ്ക്കാം. ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് തിരിച്ച് വെച്ചത്. എന്നിട്ട് നമുക്ക് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ബ്രഷ് കൊണ്ടൊന്ന് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമൻറ്റും മണലും കൂടെ നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ ചെറിയൊരു ലൂസ് പരുവത്തിന് മിക്സ് ചെയ്ത് അതിനകത്തും കൂടെ കറണ്ട് കൊണ്ട് തന്നെ ഒന്ന് കോരി ഒഴിച്ചിട്ട് നമുക്ക് ആ തെർമോകോളിൻ്റെ പീസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ലെവലിന് തേച്ചെടുക്കാം. പാക സൈഡിൽ ഒരു സൈഡിലെ പീസ് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ കണക്ക് ബാക്കിയുള്ള 3 സൈഡിലും വരുന്ന ഭാഗത്തും ചെറിയൊരു നൈസ് കനത്തിന് സിമൻറ്റ് കോരി ഒഴിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് തേച്ച് ആ തെർമോകോൾ കൊണ്ട് തന്നെ കറണ്ട് കൊണ്ട് കോരി ഒഴിച്ചിട്ട് തെർമോകോൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുമ്പം അകത്ത് ഏകദേശം ഒരു ചെറിയ വൃത്തിക്ക് കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു ദിവസം കൂടെ നല്ലവണ്ണം നനച്ചു കൊടുത്ത് 1-2 ദിവസം നല്ലവണ്ണം നനച്ചു കൊടുക്കുക. അതിനുശേഷം വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കിയെടുത്തിട്ട് നമുക്കതിൻ്റെ മുകൾ സൈഡിലേക്കുള്ള തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പേപ്പർ ഉപയോഗിച്ച് അതിനെ കൂടെ ഒന്ന് പേപ്പറിന് പിടിക്കാൻ നേരത്ത് ആ വലിയ തടുപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ പേപ്പർ പിടിച്ചിട്ട് പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ വൈറ്റ് സിമൻറ്റാണ്. അപ്പോൾ വൈറ്റ് സിമൻറ്റ് ചെറിയൊരു കട്ടിക്ക് കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് തന്നെ മുകൾ സൈഡിലും അതിൻ്റെ പുറത്തെ സൈഡിലൊക്കെ നൈസ് കനത്തിന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും ടോപ്പിൽ മാത്രം ഒരു കട്ടിക്ക് കോരി ഒഴിക്കുക. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് അതിനെ പേപ്പർ ഉപയോഗിച്ച് മുകൾ സൈഡും അതിൻ്റെ സൈഡിലും കൂടെ പുറത്തെ സൈഡും കൂടെ പേപ്പർ പിടിച്ച് ഒന്ന് ഫിനിഷ് തടുപ്പും വൈറ്റ് സിമൻറ്റിൻ്റെ ബ്രഷിൻ്റെ പാടൊക്കെ ഒന്ന് പേപ്പറിന് ചുരണ്ടിക്കളയാം.
അപ്പോൾ അക സൈഡ് ഞാൻ അടിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സിമെൻറ്റ് 1-2 കോട്ട് അക സൈഡും കൂടെ അടിച്ചു കൊടുക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പേപ്പറൊക്കെ പിടിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ കളറ് ആക്രിലിക്കിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ ചെറിയൊരളവിൽ മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് രണ്ടാമത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് നമുക്കൊരു 3 കളറും കൂടെ വേണം. ആക്രിലിക്കിൻ്റെ റെഡ്, അത് കഴിഞ്ഞ് യെല്ലോ, അത് കഴിഞ്ഞ് ബ്രൗണും. അപ്പോൾ റെഡും യെല്ലോയും കൂടെ ഒരു തുല്യ അളവിൽ യെല്ലോ ശകലം ഒന്ന് കൂടുതലെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ശകലം ബ്രൗണും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു തടിയുടെ അല്ലെങ്കിൽ ഒരു പലകയുടെ ലുക്കിലുള്ള ഒരു കളർ കിട്ടും. അപ്പോൾ അത് ഞാൻ പുറത്തെ സൈഡിൽ എല്ലാ സൈഡിലും അടിച്ചിട്ടുണ്ട്. അടി സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കാം, അക സൈഡിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വേണ്ടത് ക്ലിയർ വാർണിഷും കൂടിയാണ്. അതൊരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കാൻ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് ബൈ.